അണ്ടർ വാറണ്ടി ഉള്ള ഷോറൂം വാറണ്ടി കൊടുക്കാം. 27 വരെ വാറണ്ടി കൊടുക്കാം. നമുക്ക് 575 ഓഫ് റേറ്റിൽ കൊടുക്കാം. 18 വണ്ടി അല്ലേ? 18 വണ്ടി. മോശമൊന്നുമില്ല കേട്ടോ, കൂടുതലൊന്നും പറയാൻ പറ്റൂല. ഇത് നമുക്ക് ഒരു 1095 ഓഫ് റേറ്റിൽ കൊടുക്കാം. ഓഫർ തന്നെയാണല്ലോ. ഹോണ്ട സിറ്റി നല്ല കിടിൽ ഓഫറാണ്. ഇത് നമുക്ക് ഓഫർ റേറ്റ് ഒരു 1190 കൊടുക്കാം. അൽക്കാസറോ? അൽക്കസർ 1190 2 ലിറ്റർ എഞ്ചിന്. ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റ് ആയിട്ട് 680 കൊടുക്കാം. 680 അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അത് മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം മോശമില്ലാത്ത പ്രൈസ് തന്നെയാണ്. ഇത് നമുക്ക് ഒരു 560 ഓഫർ റേറ്റിൽ കൊടുക്കാം. ഇത് നമുക്ക് 965 കൊടുക്കാം. 965. അതെ, നല്ല മൈലേജ്. 22 വണ്ടി അല്ലേ? 22. ഇത് നമുക്കൊരു ഓഫർ റേറ്റ് ആയിട്ട് 695 കൊടുക്കാം. നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഓഫർ റേറ്റ് എന്നുള്ള രീതിയിൽ 695 കൊടുക്കാം. കൂടുതലൊന്നുമില്ല. അത് ഈ 1 ലിറ്റർ ആകുമ്പോൾ മൈലേജ് ഉണ്ടാവും, അതാണ് ഏറ്റവും വലിയ ഗുണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക. ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതൊരു യൂസ്ഡ് ആണെന്നുള്ളൊരു വിചാരം ഇല്ലാണ്ട് തന്നെ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും എല്ലാവരുടെയും പ്രശ്നം യൂസ്ഡൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പലതും നോക്കാണ്ടൊക്കെ എടുക്കുമ്പോൾ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അത് മൊത്തത്തിൽ ആ ഒരു മേഖലയെ തന്നെ പറയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് എടുക്കേണ്ട, എടുത്താൽ പണിയിട്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ നല്ല വില കുറച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി, ചിലപ്പോൾ നമുക്ക് പല വണ്ടികളും നമുക്ക് പൈസ കൊണ്ടൊക്കെ ഒക്കാണ്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കും. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് എടുക്കാനുള്ള നല്ലൊരു അവസരമാണ്. ഇതാ ഈ കിടക്കുന്ന സാധനം കണ്ടോ, ടാറ്റയുടെ ഹാരിയറാണ്. 30 ലക്ഷം റുപ്യേൻ്റെ വണ്ടി നിങ്ങൾക്ക് തരുന്നത് നേരെ 10 ലക്ഷം രൂപയൊക്കെ കുറച്ചിട്ടാണ്. അത് വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയപ്പോൾ അതാണ് യൂസ് എടുക്കുമ്പോൾ ഒരു ഗുണം. പക്ഷേ നല്ലോണം നോക്കിയെടുക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഞാൻ തോന്നുന്നത് നമ്മുടെ എസ് ഗ്യാരേജിലാണ്. എസ് ഗ്യാരേജ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 10-35 വണ്ടിയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാക്സിമം ഓടിച്ചു വിട്ട് കാണിച്ചു തരാം. എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്, നല്ല വില കുറച്ച വണ്ടികളൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ 30 ലക്ഷം റുപ്യേൻ്റെ വണ്ടി 10 ലക്ഷം റുപ്യ കൊടുത്തിട്ട് 20 ലക്ഷം റുപ്യക്ക്, അതും വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ. അങ്ങനത്തെ കുറേ വണ്ടികളിവിടെ കിടപ്പുണ്ട്. ഹ്യുണ്ടായിയുടെ സീരീസ് ഉണ്ട്, ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമായിട്ടും ചെയ്യുക കേട്ടോ, എല്ലാവരിലേക്കും എത്തിക്കോട്ടെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, മാക്സിമം ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നല്ലൊരു വണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ എസ് ഗ്യാരേജിൽ നിന്ന് നിങ്ങളെ കാണിക്കാനുള്ള വാഹനങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു SUV ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റഹീസ് ബ്രോ ആണ് കൂടെ നിൽക്കുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞില്ലേ? എന്താണ് വണ്ടിയിലെ ഒരു അവസ്ഥ, അത് പറയാം. വണ്ടികൾ നമുക്ക് അത്യാവശ്യം പുതിയ സ്റ്റോക്കുകൾ കുറേ വണ്ടികൾ കയറിയിട്ടുണ്ട്. അന്ന് നമ്മൾ 2 മാസമായി ഇപ്പോൾ വീഡിയോ ചെയ്ത് 2-3 മാസമായി അല്ലേ? എനിക്ക് തോന്നുന്നു അന്ന് ഉണ്ടായിരുന്ന ഒരു വണ്ടി പോലും ഇന്ന് നിലവിലൂടെ ഇല്ല. എല്ലാം പുതിയ സ്റ്റോക്കുകളാണ്. അത്യാവശ്യം ബ്ലാക്ക് എഡിഷനിൽ തന്നെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. കണ്ടീഷൻ അല്ലേ? വണ്ടിയൊക്കെ പക്ക കണ്ടീഷൻ, ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ്. കൊണ്ടുപോയ ഒരാൾ കുറ്റം പറയില്ലല്ലോ, ഒരാളും കുറ്റം പറയില്ല. മിക്കവാറും വണ്ടികൾ ഈ കിടക്കുന്നതിനൊക്കെ ഷോറൂം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? മിക്കവാറും ചില വണ്ടികൾക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കി ലോ കിലോമീറ്റർ വണ്ടികളാണ്. മാക്സിമം വില കുറച്ച് കൊടുക്കണേ. ഷുവർ. വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. നമ്മൾ ഈ വീഡിയോക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് 22 മോഡൽ പെട്രോൾ മാനുവൽ പറയട്ടെ. പിന്നെ ഇതിന്റെ ഒന്നിന്റെ ഇന്റീരിയർ ഞാൻ കാണിക്കുന്നില്ല, കാരണം ഒരു 10-30 വണ്ടി കാണിക്കാണ്ടല്ലേ. നമുക്ക് അത്യാവശ്യം വിളിക്കുന്നവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം. ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ പിന്നെ താറേതാ മോഡല്? 22 മോഡൽ പെട്രോൾ മാനുവൽ 4x4. പെട്രോളിൽ മാനുവൽ 4x4 വെറും 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആയതുകൊണ്ട് 14 ഓടുള്ളൂ അല്ലേ? പക്ഷെ എന്നാലും കുറച്ച് കിലോമീറ്റർ ഓടലുണ്ട്. പക്ഷേ ഇത് വളരെ ലോ കിലോമീറ്റർ ആണ്. നല്ല കിട്ടിലായിട്ട് 22 മോഡൽ. 22 ആണ്. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? നമുക്കിത് ഒരു ഓഫർ റേറ്റ് ആയിട്ട് 1275 കൊടുക്കാം. 22 വണ്ടി 1275 4x4 ആണ്. ഒട്ടും കൂടുതലാന്ന് പറയാൻ പറ്റില്ല അല്ലേ? കൂടുതലല്ല, അത്യാവശ്യം മാർക്കറ്റിൽ പ്രൈസ് ഉള്ള വണ്ടിയാണ്. നമുക്കൊരു ഓഫർ റേറ്റ് ആക്കി 1275 കൊടുക്കാം. അതായത് പെട്രോളിൽ 4x4 മാനുവൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ അൽക്കാസർ ആണെങ്കിലോ? അൽക്കസർ ആണെങ്കിൽ നമുക്ക് 2021 മോഡൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ. 21 ഫുൾ ഓപ്ഷൻ അല്ലേ? SX ആണ്. സിഗ്നേച്ചർ ഓപ്ഷൻ സോറി SX അല്ല വരിക അല്ലേ? ഓക്കെ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 21 ഡീസൽ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് പെട്രോൾ അധികം അങ്ങനെ കാണാറില്ലല്ലോ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് വളരെ കുറവാണ്. 2 ലിറ്റർ ആണ് വരിക. 2 ലിറ്റർ ആണ് വരുന്നത്. 2 ലിറ്റർ. അപ്പം എണ്ണ അടിച്ച് മുടിയും. To be frank. അതെ, അത് നോക്കിയിട്ട് വേണ്ടവരെടുത്തോളൂ. പിന്നെ കംപ്ലൈന്റ് ഒന്നും ഒട്ടും ഉണ്ടാവില്ല. കംപ്ലൈന്റ്സ് മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവാണ്. പവറും അടിപൊളി അല്ലേ? നല്ല പവർ ഉള്ള വണ്ടിയാണ്. സൺറൂഫും മൂൺറൂഫും പാനോറമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരും. ശരി. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് ഓഫർ റേറ്റ് ഒരു 1190 കൊടുക്കാം. അൽക്കാസർ 1190 2 ലിറ്റർ എഞ്ചിന്, അതും പെട്രോൾ ഓട്ടോമാറ്റിക്. അതും ഫുൾ ഓപ്ഷൻ സിഗ്നേച്ചർ ഓപ്ഷനൽ. അത് 1190 എന്ന് പറയുന്നത്
കില്ലർ പ്രൈസ് ആണ് അല്ലേ? കില്ലർ പ്രൈസ്. അത് ആ സാധനം പെട്രോൾ ആയതുകൊണ്ടാണ്. പക്ഷേ മോഡൽ നോക്കണം 2021 മോഡൽ 7 സീറ്റർ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ ആണെങ്കിൽ ഏകദേശം ഒരു 10-15 രൂപ എന്തായാലും കൊടുക്കണ്ടേ? 15-19 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കിയോ 1190 മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി അല്ലേ? ഏതെങ്കിലും വണ്ടിക്ക് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ പറയണേ. ഇതിന് റീപ്ലേസ് ഉണ്ട് കേട്ടോ. അതെന്താ റീപ്ലേസ് ഉള്ളത്? ഇതില് ചെറിയ റീപ്ലേസ് ഉണ്ട്, ഡിക്ക് റീപ്ലേസ് ആണ്. ഡിക്കി മാത്രമേ ഉള്ളൂ. ഓക്കെ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതിലും ചെറിയ റീപ്ലേസ് ഉണ്ട്. ഇത് നമുക്ക് 2016 മോഡലാ. 16 പഴയ ഷേപ്പ് അല്ലേ? 16 ഓൾഡ് ഷേപ്പ്. ഓക്കെ, 1.6 പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതെ, അടിപൊളി. ഇത് മേജർ ആണോ റീപ്ലേസ്മെന്റ്? ഇല്ല, ചെറിയ ക്ലൈമേ ഉള്ളൂ. എന്താ മാറിയിട്ടില്ല? ബോണ്ട് മാറിയോ? ബോണറ്റ്, ബമ്പറും അല്ലേ? വേറൊരു കാര്യം, ചെറിയ വണ്ടി 16 മോഡൽ വണ്ടിയല്ലേ, കേരളത്തിൽ ഓടുന്ന ഒരു വണ്ടിക്ക് ഇതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്രോണും കാര്യങ്ങളൊന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നോക്കിയിട്ട് എടുക്കാം. പിന്നെ ഏത് വണ്ടിയാണെങ്കിലും സൗകര്യങ്ങളെല്ലാം കൊടുക്കൂലേ ചെക്ക് ചെയ്യാനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ. ഓക്കെ, വരുന്നവർ മാക്സിമം ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എടുക്കുക. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അല്ലേ? ഇതിപ്പോ എന്ത് വിലക്ക് കൊടുക്കും നിങ്ങൾ? ഇത് നമുക്ക് 665 ഒരു ഓഫർ റേറ്റിൽ കൊടുക്കാം. ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ്. 1.6 കൊടുക്കാം. 1.6 പെട്രോൾ ഓട്ടോമാറ്റിക് SX 85,000 കിലോമീറ്റർ വണ്ടി ഓട്ടോമാറ്റിക്കിന് കൊടുക്കേണ്ടി വില സത്യം. ഒരു ബലേനോ ഒക്കെ ഏകദേശം ഒരു 18 മോഡലിന് പ്രൈസ് കൊടുക്കണ്ടേ. അപ്പൊ 6,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 16 മോഡൽ ക്രെറ്റ കിട്ടും. അതും SX ആണ്, ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ? അതെ, 660 ഉള്ളൂ, ഫുൾ ഓൺ കിട്ടും. പിന്നെ നമുക്ക് സെൽറ്റോസ് ഉണ്ട്. ഇത് മുതൽ സാധനമാണല്ലോ, ഫുൾ ബ്ലാക്ക് ആണല്ലോ. ഫുൾ ബ്ലാക്ക്. ഇത് മോഡൽ ഏതാ? ഇത് 2021 മോഡൽ IVT പെട്രോൾ ഓട്ടോമാറ്റിക് IVT. പെട്രോളിൽ ഓട്ടോമാറ്റിക് IVT അല്ലേ? IVT ആണ്. ഓക്കെ, 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 75 ഓടി അല്ലേ? അതെ, അത്യാവശ്യം മൈലേജ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. അത്യാവശ്യം IVT ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് വരും. പെട്രോളിൽ കുറച്ച് മൈലേജ് കിട്ടും. പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് മാത്രമല്ല ഫുൾ ബ്ലാക്ക്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ, ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ആനിവേഴ്സറി എഡിഷൻ ആണ്, HTX ആനിവേഴ്സറി എഡിഷൻ. അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെയായിട്ട് വരും. ഫുള്ളിന്റെ നേരെ താഴെ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിറ്റിംഗ്സും കാര്യം. 21 പറഞ്ഞാൽ 70 ഓടിന്റെ വിലയോ? ഇത് നമുക്കൊരു 1180 കൊടുക്കാം. 1180 എന്തെങ്കിലും കുറയാനുണ്ടോ? നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെറിയ ഓഫറും വന്ന് സംസാരിക്കാൻ മാക്സിമം കുറയ്ക്കാം അല്ലേ? അതുപോലെ തന്നെ ക്രെറ്റ ആണെങ്കിലും ക്രെറ്റ ഉണ്ട് നമുക്ക് 2023 മോഡൽ 30,000 ഓടിയ SX ടോപ്പിന്റെ നേരെ താഴെ വരുന്ന പേര്. 23 SX ആണ്. ഇത് ഡീസലാ? പെട്രോൾ മാനുവൽ. ഇപ്രാവശ്യം ഡീസൽ കുറവാണല്ലോ. ഡീസൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആണ്. ഡീസലിന് നമുക്കൊരു ക്രെറ്റ ഉണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്നാലും 23 മോഡൽ കിലോമീറ്റർ എത്രയാ? ഇത് 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ SX. വളരെ ലോ കിലോമീറ്റർ. ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും. വിലയോ? വില നമുക്ക് ഇതൊരു 1295 ചെയ്യാം. 23 ഓഫർ റേറ്റ്. ചേട്ടാ 10-17 ലക്ഷം രൂപ വിലയില്ലേ? 16 ഉണ്ട് അല്ലേ? 16 ചില്ലറ വരുന്ന വണ്ടി. ആകെ 30,000 ഓടിയുള്ളൂ, പക്ക ഷോറൂം കണ്ടീഷൻ. 1295 കൊടുക്കും. 1295 അല്ലേ? എന്തെങ്കിലും കുറയാണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. നോക്കാം, മാക്സിമം ലോൺ കയറും. ഇതൊക്കെ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കിട്ടും. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളാം, വന്ന് നോക്കുക. അതുപോലെ തന്നെ കിയ കാരൻസ് ഉണ്ടല്ലോ. കിയ കാരൻസ് ഉണ്ട് നമുക്ക് 2023 മോഡൽ 40,000 ഓടിയ വണ്ടി. 23 വെറും 40,000 ഓടിയ പെട്രോള്. പെട്രോൾ മാനുവൽ. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ പെട്രോൾ വണ്ടികള് ഒരുപാട് സ്റ്റോക്ക് കയറിയുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ സ്റ്റോക്ക് ആണ്. മാത്രമല്ല ഈ കാരൻസ് പെട്രോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരൻസും കുറവാണ്. ഇപ്പൊ നമ്മള് അൽക്കസാർ പറഞ്ഞ പോലെ തന്നെ വണ്ടി അടിപൊളിയല്ലേ? വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. ശരി, ഓപ്ഷന് പ്രസ്റ്റീജ്, ഒരു മിഡിലല്ലേ? സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല, അലോയിൽ ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് സംഗതികളില്ല. അതെ, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് ഒരു 10-15 കൊടുക്കും. 10-15 23 മോഡൽ 40,000 ഓടി വണ്ടി. 23 മോഡൽ 40,000 ഓടി പെട്രോൾ വണ്ടിയാണ് 10-15 കൊടുക്കുന്നത്. അതും അടിപൊളി പ്രൈസ് അല്ലേ? ഫുൾ ഓൺ കയറില്ലേ? ഫുൾ ഓൺ ചെയ്യാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 23 മോഡൽ അല്ലേ? ഒരു 7 സീറ്റർ വണ്ടി ഒരിക്കലും ഈ ഒരു മോഡലിൽ കിട്ടൂല. അതേപോലെ ഹുണ്ടായി വണ്ടികളൊന്നും കിട്ടൂല. അത് മിഡിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? ഹുണ്ടായി കിയ വണ്ടികൾ മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സ്. സത്യം. ശരി, അതുപോലെ തന്നെ ഇതാണെങ്കിലോ? പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ഡീസൽ ക്രെറ്റ. ഡീസലാണ് അല്ലേ? 21 മോഡൽ. 21 ആണ്. 21 EX ആണ്. പക്ഷെ നമുക്ക് ഫുൾ ഓപ്ഷന്റെ അലൈവീല്, ഗ്രില്ല്, ബമ്പർ ഇതൊക്കെ കമ്പനി ഫിറ്റിംഗ്സ് ആയിട്ട് കയറിയിട്ടുള്ള. അതായത് സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. സൺറൂഫും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ഇത് EX എന്ന് പറഞ്ഞാലും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ കമ്പനി ആയിട്ട് തന്നെ വരും. അതെ, ശരിക്കും വലിയ വ്യത്യാസമൊന്നും സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും. പക്ഷേ ഇതിൽ നമ്മൾ ക്രൂയിസ് കൺട്രോൾ വരെ ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫുൾ ഓപ്ഷന്റെ അലൈവീല് ഓൾമോസ്റ്റ് SX ആയി. ഓക്കെ, പിന്നെ കിലോമീറ്റർ 30 ഓടിയിട്ടുള്ളൂ. 32,000 കിലോമീറ്റർ ഡീസൽ ഓണർ, ഡീസൽ മാനുവൽ. 21 നല്ല മൈലേജാ. പിന്നെ 20 എന്തായാലും കിട്ടൂലേ? പിന്നെന്താ? അതായത് ഇത് ആർക്കെങ്കിലും വേണം നോക്കി, ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. ഒരുവിധം ഇത്രയും പണിയെടുപ്പിച്ച വണ്ടി EX ആണെന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കേണ്ട എല്ലാ സാധനവും ഉണ്ടല്ലേ? അതെയോ? ഇത് നമുക്കൊരു 1190 കൊടുക്കാം. ഒരു ഓഫറില്ല. നമ്മൾ ഈ വീഡിയോക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് ഡീസൽ വണ്ടി നോക്കുന്ന ആൾക്കാർ 1190 കൊടുക്കാം. എന്തെങ്കിലും കുറേ ഉണ്ടാവൂലേ?
കുറയാന് നമ്മളൊരു ഓഫർ റേറ്റ് ആക്കിയിട്ട് ഉദ്ദേശിച്ചാണ്. എന്തായാലും ചെയ്ത് കൊടുക്കാം അല്ലേ? നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം എന്തായാലും നോക്കാം, മാക്സിമം ലോണും ചെയ്തു തരാം. അടുത്തതായിട്ട് നല്ല അടിപൊളി ബ്ലാക്ക് എഡിഷനിൽ 3 എണ്ണമാണ് കിടക്കുന്നത്. 3 ഹാരിയർ ആണ് വന്നുള്ളത്. 3 ഹാരിയർ ആണ് കേട്ടോ. ഇത് മോഡൽ കൂടിയ വണ്ടി, ഇത് ന്യൂ ഷേപ്പ് 2023 മോഡൽ ഫിയർലെസ് പ്ലസ്. 23 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ ഇത്? അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ. ഡീസൽ ഓട്ടോമാറ്റിക്. ഇതൊരു മുതൽ സാധനം കേട്ടോ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്ററോ? ഇത് 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അത്ര ഓടിയുള്ളൂ അല്ലേ? അതെ. അത് നോക്കിയാൽ അതിന്റെ ഒരു കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന വണ്ടിയാണ്. കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. കംപ്ലീറ്റ് ബ്ലാക്ക്, ലെവൽ 2 അഡാസ് വരെയുള്ള വണ്ടിയാണ്. ലെവൽ 2 ഉണ്ട് അല്ലേ? അതെ, അടിപൊളി കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ടാറ്റന്റെ എന്തൊക്കെയോ ഒരു പ്രശ്നമാണ്, പക്ഷെ വണ്ടി അടിപൊളി വണ്ടിയല്ലേ? പ്രശ്നം 30 ലക്ഷത്തോളം വില വരുന്ന വണ്ടിയാണ്. നമുക്കിത് അവർക്ക് ഒരു ഓഫ് റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ അഡാസ് ഒക്കെ വരുമ്പോൾ വില കൂടിയില്ലേ? ലെവൽ 2 അഡാസ് ഡീസൽ ഓട്ടോമാറ്റിക് 2 ലിറ്റർ എഞ്ചിൻ അല്ലേ, 15 കിലോമീറ്റർ മൈലേജിൽ കിടിലം പെർഫോമൻസ്. 15 കിലോമീറ്റർ മൈലേജ് 2 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ഉള്ളിലല്ലേ? ഓ ശരി. ഇത് നമുക്ക് എന്താ വില? അത് പറയും. ഇത് നമുക്ക് 30 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമുക്ക് ഒരു 1990 ഓഫ് റേറ്റിലാക്കി കൊടുക്കാം. 1990 30 ലക്ഷം റുപ്യ വണ്ടി, പുത്തൻ വണ്ടി. അതെ, അടിപൊളി പക്ക ഷോറൂം കണ്ടീഷൻ. അതായത് ലക്ഷങ്ങളുടെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇപ്പൊ പുതിയത് എടുക്കാനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പോവാണ്ട് ജസ്റ്റ് ഇവിടെ വരിക. അതെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതൊന്ന് കാണുക അല്ലേ? എടുക്കണം ഞാൻ ആരോടും പറയും. അതെ, വന്ന് നോക്കിയിട്ട് വണ്ടി വന്ന് നോക്കിയാൽ തന്നെ ഇഷ്ടപ്പെടും, കാരണം അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. അതെ അതെ. ശരിക്കും പുതിയത് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് 10 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ, എത്ര പൈസക്ക് എണ്ണ അടിക്കാം അല്ലേ? നല്ലൊരു ഡിഫറൻസ് വന്നില്ലേ? പിന്നെ അത് നോക്കിക്കോട്ടെ. ഇത് 1990 നിങ്ങൾക്ക് മുതൽ സാധനമാണ്, നിങ്ങൾ മിസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇതേതാ മോഡല്? ഇത് നമുക്കൊരു ഫുൾ ലോണിന് കൊടുക്കാൻ പറ്റും. 2019 മോഡൽ 19 അല്ലേ? ഡീസൽ മാനുവൽ ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ്. ഡീസൽ മാനുവൽ ആണ്. കിലോമീറ്ററോ? ഇത് 85,000 കിലോമീറ്റർ. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ ഇതില്? റീപ്ലേസ് ചെറിയ റീപ്ലേസ് ഉണ്ട്. ആ, എന്താ നോക്കിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഓ, അത് നമുക്ക് പറഞ്ഞു. മേജർ ഒന്നും അല്ലല്ലോ? മേജർ ഒന്നും. ശരി. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 85,000. 85 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉള്ള. ശരി. ആ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ റീപ്ലേസ്മെന്റ് എന്തായാലും നോക്കിയിട്ട് വരും. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം പുതിയത് തന്നെയാണ്. അത്യാവശ്യം ടയർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. 19 ഡീസൽ എന്താ വില? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് ആക്കിയിട്ടേ 9.25 ചോട്. 9.25 ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ അത് ഉറപ്പായിട്ടും ചെയ്യാം. മാക്സിമം കുറച്ച് വിലയാണ് അല്ലേ? അതെ, 9.25. അത് നമ്മളൊരു ഓഫർ റേറ്റ് ആണ്. നമ്മൾ ക്രെറ്റ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് 9,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിലോ? ഇത് 21 ഡീസൽ ഓട്ടോമാറ്റിക്. അതായത് ഈ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വണ്ടി. അതെ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. 4 ടയർ പുത്തൻ ടയർ. ആ, കിലോമീറ്ററോ? കിലോമീറ്റർ 55,000. 5 അല്ലേ? അതെ, 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും 2 ലിറ്റർ തന്നെയല്ലേ വരുന്നത്? ഇതും 2 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, നല്ല വൃത്തിയുണ്ട് വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു ഡോർ മാത്രമേ റീപ്ലേസ് ഉള്ളൂ. മേജർ ആയിട്ട് ഒന്നുമില്ല. മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ഡോറിന്റെ ഗ്ലാസ് ഒന്നുമില്ല. ഡോറിന്റെ സ്കിന്ന് മോർ. അപ്പൊ 21 മോഡല് 5-ാം മാസം ഇറങ്ങിയ വണ്ടിക്ക് എന്താ വില? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് ആയിട്ട് 12.95 ചെയ്യാം. 12,90,000, ഓൾമോസ്റ്റ് 13 ലക്ഷം രൂപ തന്നെ. അത് നിങ്ങൾ വരിക, വന്നിട്ട് മാക്സിമം വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക്കാ. അതെ, കംപ്ലൈന്റ് ഇല്ലാണ്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ചെക്ക് ചെയ്യാൻ. കംപ്ലൈന്റ്സും ഇല്ല, ധൈര്യമായിട്ട് എടുക്കാം. ഇത് ഹിസ്റ്ററി ഒക്കെ പക്കയല്ലേ? ഹിസ്റ്ററി ഒക്കെ പക്ക. ശരി, മാക്സിമം വരിക, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുക, നല്ലോണം ചെക്ക് ചെയ്യുക. അടിപൊളി വണ്ടി കണ്ടവർ നേരെ കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു സെഗ്മെന്റിലേക്ക് കുറച്ച് മിഡ് റേഞ്ച് വണ്ടികൾ കാണിച്ചാൽ അതിനകത്ത് 2-3 ഡീസൽ ഉണ്ടല്ലേ? 3 ഡീസൽ വണ്ടികളുണ്ട്. SUV ഡീസൽ. സോണറ്റ് 2022 ഡീസൽ HDX ആനിവേഴ്സറി എഡിഷൻ വണ്ടി. ഡീസലാണ്. HDX എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഫുള്ളിന്റെ താഴെ വരുന്ന ആനിവേഴ്സറി എഡിഷൻ. ആനിവേഴ്സറി എന്നൊക്കെ പറച്ചിലുള്ളൂ. എല്ലാം സെയിം ആണ് കേട്ടോ. ഗ്രില്ല് അതേപോലെ അലവിലെല്ലാം അലവിലുകളും കാര്യങ്ങളായിട്ട് വരും. അതെ അതെ അതെ. 75,000 കിലോമീറ്റർ ഓടി. HDXൽ ഓപ്ഷണൽ എന്ന് പറയുന്ന പോലെ അല്ലേ? അതെ. ഓക്കെ, എത്ര കിലോമീറ്റർ? 75,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ജെന്യൂൻ ആയിരിക്കും അല്ലേ? ജെന്യൂൻ ഫുൾ സർവീസ് ഉള്ള വണ്ടി. അപാകത ഉണ്ടോ? അണ്ടർ വാറണ്ടി ഉള്ള വാറണ്ടി ഉണ്ട്. ഷോറൂം വാറണ്ടി കൊടുക്കാം. 27 വരെ വാറണ്ടി കൊടുക്കാം നമുക്ക്. ശരി, എന്തായാലും അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വണ്ടി. എന്താ വില? ഇത് നമുക്ക് 9.65 കൊടുക്കാം. 9.65. അതെ, നല്ല മൈലേജ്. 22 വണ്ടി അല്ലേ? 75,000 ജെന്യൂൻ കിലോമീറ്റർ ഒക്കെയാണ്. ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ, അതായത് ഒരു കോമ്പാക്ട് SUV നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. 9.25 അല്ലേ? 9.65 സോറി. അപ്പോൾ എന്തായാലും മാക്സിമം ലോണും കിട്ടും. അടുത്തത് നമ്മുടെ എക്കോസ്പോർട്ട് ആണ് അല്ലേ? എക്കോസ്പോർട്ട്. അന്നും ഇന്നും ഈ സാധനത്തിന് മാത്രം വില കുറയില്ല. ഡീസൽ നല്ല വണ്ടിക്ക് അല്ലേ? നല്ല മൈലേജും നല്ല പെർഫോമൻസ്. അത് മാത്രമല്ല ബോഡി ക്വാളിറ്റി ആണല്ലോ. ബോഡിന്റെ മെയിൻ സാധനം അതല്ലേ? ഇത് മോഡൽ കൂടിയതാണല്ലോ. ഇത് ഏതാ? ഇത് നമുക്ക് 2018, ഇത് 16. ഓക്കെ, 18 എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി കേട്ടോ. അതെ. പിന്നെ ലാസ്റ്റ് വരെ വന്നത് ഈ ഷേപ്പ് ആണല്ലോ. അതെ. ഇത് വേറെ ടൈറ്റാനിയാ? ഇത് നമുക്ക് ബേസ് മോഡലാണ്. ബേസ് ആണ്. ആ, അതായത് എനിക്ക് തോന്നുന്നു ട്രെൻഡോ അങ്ങനെ എന്തോ. ട്രെൻഡ്. ഓക്കെ, കിലോമീറ്ററോ? ആംബിയന്റ്. കിലോമീറ്ററോ? ഇത് 1.15 സെക്കൻഡ് ഓണർ. ഓക്കെ, 18 വണ്ടി എന്താ വില? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിലായിട്ട് 9.75 അല്ല 5.75 രൂപ. 9 എന്നൊക്കെ പറഞ്ഞു ഞാൻ സോണറ്റ് ബന്ധം കിട്ടില്ല.
5,75 ഓഫർ റേറ്റിൽ കൊടുക്കും. 18 വണ്ടി അല്ലേ? 18 വണ്ടി. മോശമൊന്നുമില്ല കേട്ടോ, കൂടുതലൊന്നും പറയാൻ പറ്റൂല. കൂടുതലല്ല, നല്ല ഓപ്ഷനാണ്. കാരണം അറിയാലോ ഇതിന് ഫോർഡിനെ പറ്റി അറിയാലോ, നല്ല ബോഡി വെയിറ്റ് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ അലവിലൊക്കെ വേണേ കൊണ്ട് ഇട്ടാൽ മതി അല്ലേ? ഓക്കെ, 5,75 അല്ലേ? 5,75 ഫുൾ ലോൺ തന്നെ കയറുമോ? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 16 ആണെങ്കിലോ? അതുപോലെ ഇതിന്റെ തൊട്ട് മുന്നത്തെ വേരിയന്റ് ആണ്, 16 മോഡൽ. ഓക്കെ, അതായത് ഇത് 18 ന്യൂ ഷേപ്പ്, ഇത് അതിന് മുമ്പ് വന്ന ഷേപ്പ്. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഫേസ് ലിഫ്റ്റ് ചെയ്യാം, ചെറിയ ബമ്പർ കാര്യങ്ങളൊക്കെ മാറിയാൽ മതിയല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് കിലോമീറ്ററോ? ഇത് നമുക്ക് 1,05,000 കിലോമീറ്റർ. 2.15 സിംഗിൾ ഓണർ വണ്ടി. അത് 1.15 ഓടിയിട്ടുണ്ട്, ഇത് 1.5 ഓടിയിട്ടുള്ളൂ. സ്റ്റീരിയോ സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇത് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. ശരി, ട്രെൻഡ് പ്ലസ് അതായത് മിഡിൽ ഓപ്ഷൻ. ശരി, എന്താ വില? ഇത് നമുക്ക് 5,20 ഫൈനൽ ചെയ്യാം. 5,20. എന്തെങ്കിലും കുറയാണ്ടോ? 5,20 നമ്മളൊരു ഓഫർ റേറ്റാ. 16 ഡീസൽ വണ്ടി അല്ലേ, മാക്സിമം കുറച്ച് കൊടുക്കണം. അതേപോലെ പഞ്ചാണെങ്കിലോ? അതുപോലെ പഞ്ച് പെട്രോൾ ആണ്, 2023 വണ്ടി. 23 പെട്രോൾ അല്ലേ? അതെ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ലോ കിലോമീറ്റർ വണ്ടി. എത്രയാ? ഇത് 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഒരു ഇഷ്യൂ എന്നല്ല ഞാൻ പറയുന്നത്, അതായത് മൈലേജ് ലേശം കുറവായിരിക്കും. ഒരു 15 പെട്രോൾ വണ്ടികളാകുമ്പോൾ നമ്മൾ ആ ഒരു ഫാമിലി യൂസിനൊക്കെ എടുക്കുന്നതാണ്. മാത്രമല്ല ടാറ്റയുടെ ബോഡി ക്വാളിറ്റി കൂടി വരുമ്പോൾ ബോഡി ക്വാളിറ്റി ഫീച്ചേഴ്സും അതേപോലെ സേഫ്റ്റി ഒക്കെ അറിയാലോ, സേഫ്റ്റി ഫീച്ചേഴ്സ് അറിയാലോ. 12 മുതൽ 15 വരെ മൈലേജ് പ്രതീക്ഷിച്ചു. കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്നുള്ളത് മെയിൻ കാര്യം. ഇത് നമുക്കിപ്പോ 23 അല്ലേ പറഞ്ഞേ? 23 കിലോമീറ്റർ. എന്താ വില? ഇത് നമുക്ക് 6,60 ഒരു ഓഫർ റേറ്റിൽ കൊടുക്കാം. 23 വണ്ടിയാ. ഇത് ഇറങ്ങുമ്പോ എത്രയാണ് വില? ഇറങ്ങുമ്പോൾ ഒരു 9 ആ റേഞ്ചിൽ 9-10 എടുത്തിട്ടുണ്ടല്ലേ? 6,65. ഫുൾ ലോണും കിട്ടും അല്ലേ? അടിപൊളി പുത്തൻ വണ്ടിയാണ്, ആർക്കെങ്കിലും വേണം നോക്കിക്കോ. അതുപോലെ തന്നെ അതേപോലെ അർബൻ ക്രൂയിസ്. എന്തുകൊണ്ടോ അങ്ങോട്ട് ഞാൻ നോക്കിയിട്ട് ബോഡി ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലുക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ആൾക്കാർക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു സാധനമല്ലേ ഇത്? അങ്ങനെ ബ്രസ നോക്കുന്ന ടൊയോട്ടയുടെ ഫാൻസ് ഒക്കെ ബ്രസ നോക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ബ്രസ വിറ്റ് പോകുന്ന പോലെ ഈ സാധനം വിറ്റ് പോകുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വണ്ടി യൂസ് ചെയ്തവർക്ക് സത്യമായിട്ടും യൂസ് ചെയ്തവര് പിന്നെ ഇത് യൂസ് ചെയ്യും. കാരണം 1.5 എഞ്ചിൻ വരും. അറിയാത്തവരാണ് ഇതിനെ കുറിച്ച് അല്ലേ? നല്ല സ്മൂത്ത് ഡ്രൈവ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നിങ്ങൾ വിടൂല. അത്രയും നല്ല വണ്ടിയാണ് കേട്ടോ. ഇത് ടൊയോട്ടയുടെ ആണ്, പക്ഷെ മാരുതിന്റെ ബിൽഡിൽ വന്നതാണെങ്കിലും ടൊയോട്ട എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ കുറെ മാറ്റങ്ങളുണ്ട് അല്ലേ? ആ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറി. ഇത് മോഡൽ ഏതാ? ഇത് നമുക്ക് 21 മോഡൽ. 21 അതെ. 21 കിലോമീറ്ററോ? 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 53 ഓടിയിട്ടുള്ളൂ അല്ലേ? 23 ആണ്. ടയർ അലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാ. പട്ടീനെ ഫ്രീ കിട്ടോ? അല്ല, അത് ഗാർഡാണ്. പാവട്ടോ, വെയിലല്ലേ, അവിടെ കിടന്നോട്ടെ. ഇത് പിന്നെ അപാകതയൊന്നുമില്ലല്ലോ. ഒരു ചെറിയൊരു റീപ്ലേസ് ഉണ്ട്, അതിന്റെ ഡിക്ക് റീപ്ലേസ് ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഗ്ലാസ് മാറിയില്ല, ഡിക്ക് പോകും മാത്രമല്ല. അപ്പൊ എന്തെങ്കിലും കുറച്ചിലൊക്കെ കുടിക്കുന്നതായിരിക്കണം. അതെ, എന്തോ ബാക്ക് എടുത്തപ്പോ ശരി ചെറിയ ആക്സിഡന്റ്. വിലയോ? വില ഇത് നമുക്ക് 8,40 കൊടുക്കാം. 8,40 അല്ലേ? അതെ. ഓക്കെ, ഉപയോഗിക്കാൻ എടുക്കുന്ന ഒരാൾക്ക് അത് മുതലാണ് കേട്ടോ. മോശമൊന്നുമില്ല. മാക്സിമം ലോൺ ഫുൾ ഓപ്ഷൻ ഡ്യുവൽ ടോൺ വണ്ടിയാണ്. അതെ അതെ അതെ, നല്ല വേറെ അട്രാക്റ്റീവ് കളറും. അതെ അതെ അതെ, എന്തായാലും മോശമൊന്നുമില്ല. 21 വണ്ടി നിങ്ങൾക്ക് 8,40 എടുക്കാം. ഇവിടെ കുറച്ച് മുമ്പിൽ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട്, അതും കൂടി ഫോളോ കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് കാണിക്കാൻ പാ. അവിടെ നല്ലൊരു ട്രൈബർ കിടപ്പുണ്ട്. അല്ല, പുറത്തെ വെയിൽ അധികമാവുന്നതിന് മുമ്പ് ഇതൊക്കെ എടുത്ത് തീർക്കാം നമുക്ക്. ഈ ട്രൈബർ ഡ്യുവൽ ടോൺ ഒക്കെ ആണല്ലോ. ഡ്യുവൽ ടോൺ ഫുൾ ഓപ്ഷൻ 24 മോഡൽ ഉണ്ട്. 24 പെട്രോൾ ഓട്ടോമാറ്റിക് 1 ലിറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ. ഓക്കെ, കിലോമീറ്ററോ? 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ശരി, ഈ മോഡൽ ഏതാ പറഞ്ഞത്? 24 മോഡൽ. 27 വരെ വാറണ്ടി ഉള്ള, ഷോറൂം വാറണ്ടി ഉള്ള വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 24. എന്താ വില? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് ആയിട്ട് 6,75 കൊടുക്കാം. 6,75 അല്ലേ? മോശമൊന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ്. ഫുൾ ഓപ്ഷൻ 24 മോഡൽ വണ്ടിയാ, 7 സീറ്റർ അല്ലേ, ഓട്ടോമാറ്റിക്. അതിന് കുറച്ച് എങ്ങനെ കൊടുക്കുക അല്ലേ? അതിന് കുറച്ച് കൊടുത്താ. അതെ. സിറ്റിന് ഏറ്റവും പുതിയ ഷേപ്പിൽ വന്ന സിറ്റി ഏതാ മോഡൽ? ഇത് ഹോണ്ട സിറ്റി 5th ജെൻ ആണ്, 2020 മോഡൽ. 20 അല്ലേ? അതെ. ഈ ഷേപ്പിൽ വന്ന ഫസ്റ്റ് വണ്ടി. അതെ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VX ആണോ? ZX ടോപ്പ് എൻഡ്. അപ്പോൾ 10 CVT 10 ഉണ്ടാവും അല്ലേ? ഓക്കെ, VX അല്ല, ZX ആണെന്ന് ആലോചിക്കണം. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. കിലോമീറ്ററോ? 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അടിപൊളി. വിലയോ? ഇത് നമുക്കൊരു 10,95 ഓഫർ റേറ്റിൽ കൊടുക്കാം. ഓഫർ തന്നെയാണല്ലോ. ഹോണ്ട സിറ്റി നല്ല കിടില ഓഫറാണ്. 10,95 കൂടുതലൊന്നും അല്ല കേട്ടോ, ഒരിക്കലും. അതും ZX ആണ്. ZX CVT. അതെ, ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. അത് മുതൽ പ്രൈസ് ആട്ടോ. അത് ഫുൾ ഓൺ തന്നെ ഉറപ്പായിട്ടും കിട്ടും. കാരണം 10-25 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയല്ലേ അല്ലേ? ഇത് 18 ലക്ഷത്തോളം. ഇപ്പൊ വരുന്നതിന് കുറച്ചുകൂടി വില കൂടുതൽ. ഇതാണെങ്കിലോ വെന്റോ നമുക്ക് 2019 മോഡലാണ്. 19. ഈ സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടല്ലേ വണ്ടി? 19 കിടിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക്. അതായത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത കണ്ണാടി പോലെ കൊണ്ടുനടക്കുന്ന ഹെഡ്ലൈറ്റ് മാറിയതല്ലേ?
ആ ഹെഡ്ലൈറ്റ് ഒക്കെ ഫെയ്ഡിങ് വന്നിട്ട് മാറി. പിന്നെ അത്യാവശ്യം സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുണ്ട്, ഒരു സ്പോർട്ടി ലുക്കിൽ കൊണ്ടുവന്നുള്ള വണ്ടി. പിന്നെ അത് എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ഇതിപ്പോ കിലോമീറ്ററോ? ഇത് 85,000 സെക്കൻഡ് ഓണർ. 20 മോഡല് 85,000 സെക്കൻഡ് ഓണർ. പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. വിലയോ? ഇത് നമുക്കൊരു 665 ഓഫർ ആയില്ല, ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റും. 19 മോഡൽ. 665 അല്ലേ? ഓക്കെ, 19 അല്ല മോഡൽ? 19 മോഡൽ. ശരി, 665 നിങ്ങൾക്ക് അത് എടുക്കാം, മാക്സിമം ലോണും ചെയ്തു തരും. ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2018 മോഡൽ. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഡീസൽ പെട്രോളോ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി, കിടില മൈലേജ് ഉള്ള വണ്ടി. അതായത് ഈ സാധനത്തിൽ അങ്ങനെ കാണാനില്ല, ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാ. കാരണം ഉള്ളവരാരും വണ്ടി കൊടുക്കൂല. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 1,13,000. അതെന്തായാലും ഓടും, ഓടിയില്ലെങ്കിൽ ഓടും. ഡീസൽ വണ്ടികളല്ലേ, ഓടണം. CVT ഇത്രയും മൈലേജ് ഉള്ള വേറൊരു വണ്ടി ഇല്ല. ശരി, ഇത് നമുക്ക് 20 ആയപ്പോ കൺഫേം മൈലേജാ ഉറപ്പായിട്ടും. ഇതെന്താ വില? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റ് ആയിട്ട് 680 കൊടുക്കാം. 680 അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അത് മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം മോശമില്ലാത്ത പ്രൈസ് തന്നെയാണ്. ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ അല്ലേ? ഇനി I20. അതുപോലെ നമുക്ക് 1 ലിറ്റർ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ടെർബോ DCT. അടിപൊളി അടിപൊളി. ഫുൾ ഓപ്ഷൻ ആസ്റ്റ ഓപ്ഷനൽ 2020 മോഡൽ. വളരെ റയർ ആണ് ഇത്. റയർ അല്ലേ? 1 ലിറ്ററിൽ അധികം സാധനം അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അതും ടർബോയില് CVT അല്ലേ? ടെർബോ DCT. സോറി 75,000 കിലോമീറ്ററോട് സിംഗിൾ ഓണർ വണ്ടി. ആസ്റ്റ അല്ലേ ഇത്? ആസ്റ്റ ഓപ്ഷനൽ ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ. 6 എയർ ബാഗ് വരും, അതുപോലെ സൺറൂഫ്, എയർ ബാഗ്, സൺറൂഫ്, പുഷ് ബട്ടൺ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അപ്പോൾ 20ലെ ഫസ്റ്റ് വണ്ടി ആട്ടോ ഇത്? 20ലെ ഫസ്റ്റ് വണ്ടി. അതെ, ന്യൂ ഷേപ്പ് ഫസ്റ്റ് വണ്ടി. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 75,000 സിംഗിൾ ഓണർ. എന്താ വില? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് ആയിട്ട് 695 കൊടുക്കാം. നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഓഫർ റേറ്റ് എന്നുള്ള രീതിയിൽ 695 കൊടുക്കാം. കൂടുതലൊന്നുമില്ല. അത് ഈ 1 ലിറ്റർ ആകുമ്പോൾ മൈലേജ് ഉണ്ടാവും, അതാണ് ഏറ്റവും വലിയ ഗുണം. 695 അല്ലേ? 695 20 മോഡലാണ്. കുറയേണ്ട കുറച്ച് കൊടുക്കണേ, നോക്കാം. ഇനി ഇതാണെങ്കിലോ? അതുപോലെ നമുക്ക് ബലേനോ ഉണ്ട്. ബലേനോ 2017 മോഡൽ CVT. 17 CVT. CVT. അതെ അതെ. ഇതിപ്പോ കിലോമീറ്ററോ? ഇത് 85,000 സെക്കൻഡ് ഓണർ. ശരി, അപ്പൊ അതൊന്നുമില്ല, ഒരു അപാകതയില്ല, ധൈര്യമായിട്ട് കൊടുക്കുക. 570 ഫൈനലായിട്ട് കൊടുക്കും. 570 17 CVT കൊടുക്കുക അല്ലേ? CVT AMT അല്ല. അതെ അതെ, CVT ആണ്. അത്യാവശ്യം വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? അതെ, മാക്സിമം ലോണും കിട്ടും. 570 ഉള്ളൂ നാലേക്കണം, അത് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇനി ആ പോളോ ഏതോ? പോളോ നമുക്ക് 2017 മോഡൽ. 17 അല്ലേ? അതെ, നല്ല വണ്ടിയാണല്ലോ. 17 കംഫർട്ട് ലൈൻ കപ്പ് എഡിഷൻ. അതായത് ഡീസൽ പെട്രോളോ? പെട്രോൾ അല്ലേ? ഇത് 1 ലിറ്റർ അല്ലല്ലോ? ഇത് 1.2 അല്ലേ? 1 ലിറ്റർ എനിക്ക് ഒന്ന് 20 അടുപ്പിച്ച് ഇറങ്ങിയിട്ടില്ല അല്ലേ? നല്ല നീറ്റ് റെഡ് കളർ വണ്ടി കേട്ടോ. റെഡ് പോളോ ഒക്കെ നോക്കുന്നവർക്ക് നല്ല കിഡിലൻ ഓപ്ഷൻ. പിന്നെ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയുള്ളൂ. കപ്പ് എഡിഷൻ ആണ്. കപ്പ് എഡിഷൻ ആണ്, അലൈവില് കാര്യങ്ങളെല്ലാം വരും. വണ്ടി പക്ക നീറ്റ്. അതെ, നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുള്ള വണ്ടി. എന്താ വില? ഇത് നമുക്ക് ഒരു 560 ഓഫർ റേറ്റിൽ കൊടുക്കാം. 560 അല്ലേ? 560. മോശമൊന്നുമില്ല, വലിയ വിലയൊന്നും ഇല്ല അല്ലേ? ഇല്ല, 17 പോളോ അല്ലേ? പോളോന്റെ മാർക്കറ്റ് അറിയാലോ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ റെഡ് കളറും കൂടി ആയതുകൊണ്ട് ഹൈലൈറ്റ് അല്ലേ? നല്ല ആർക്കെങ്കിലും വേണേ പോളോയിലെ ഏറ്റവും മൂവിംഗ് കളറാണല്ലോ. പിന്നല്ല, മിസ് ചെയ്യണ്ട, ആർക്കെങ്കിലും വേണേ കോൺടാക്ട് ചെയ്തു. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ലിവ പെട്രോൾ ലിവ അല്ലേ? അതെ, 85,000 കിലോമീറ്റർ വി ആണ്. ഓക്കെ, 85,000 ഓടിയിട്ടുണ്ട്. പിന്നെ മോഡൽ ഏതാ പറഞ്ഞേ? 18 മോഡൽ. 18 അല്ലേ? 18 പെട്രോൾ 85,000 ഓടി വണ്ടി. എന്താ വില? ഇത് നമുക്ക് 475 കൊടുക്കാം. 470 കൊടുക്കാം അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. ആർക്കെങ്കിലും വേണേ നോക്കിയോ. 1.2 അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു വണ്ടി അല്ലേ? കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിൻ സംഭവം. ടൊയോട്ടന്റെ വണ്ടിയല്ലേ, എന്ത് പറയാനല്ലേ? നമുക്ക് അതും പെട്രോള്. അതെ, ആവശ്യമൊന്നുമില്ല. അത് ഫാമിലി യൂസ് വണ്ടികൾക്കൊക്കെ കുറഞ്ഞ കിലോമീറ്റർ ഓട്ടമുള്ള വണ്ടി. നമ്പർ വെച്ചിട്ടുണ്ട് ബ്രോ, എല്ലാവർക്കും ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണേ. നമ്മളെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം നമുക്ക് കൊടുക്കാം. ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം. അതെ, അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. ഓക്കെ, കുറെ സമയം കൊണ്ട് നമ്മൾ പെട്രോളും ഡീസലും എല്ലാം കാണിച്ചു അല്ലേ? എന്നാ പിന്നെ കുറച്ച് അല്ലേ? അപ്പോൾ നെക്സോൺ ഏതാ മോഡൽ? 21 നെക്സോൺ. 21 കിലോമീറ്ററോ? 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. വെറും 62 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ അല്ലേ? ബ്ലാക്ക് ഡാർക്ക് എഡിഷൻ മിഡ് റേഞ്ച് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി. അപ്പൊ അതൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നമുക്ക് പുതിയ 360 എൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ള, ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് മിഡ് റേഞ്ച് ആണ് അല്ലേ? മിഡ് റേഞ്ച്. ഓക്കെ, 200 കിലോമീറ്ററിന്റെ 200 റണ്ണിങ് കിലോമീറ്റർ കിട്ടുന്ന വണ്ടി. ഓക്കെ, വേറെ അപാധമൊന്നും ഇല്ല? ഇല്ല. എന്താ വില? ഇത് നമുക്കൊരു 825 കൊടുക്കാം. 8,25,000. 8,25,000. മോശമല്ലാത്ത നല്ല അടിപൊളി ഡാർക്ക് എഡിഷൻ വണ്ടിയാണ്. അത് നല്ല അടിപൊളി നെക്സോൺ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ 8,25,000 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. നല്ല വൃത്തിയുള്ള. പിന്നെ കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്ക്. ഓക്കെ, അതുപോലെ തന്നെ പഞ്ചാണെങ്കിലോ? അതുപോലെ പഞ്ച് 24 മോഡൽ. 24 എംപവർ എസ് പ്ലസ് മിഡ് റേഞ്ച്. മിഡ് റേഞ്ച് തന്നെയാണ്. ഒരു 220 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി ഉണ്ട്, ഷോറൂം വാറണ്ടി ഉണ്ട്, ബാറ്ററി വാറണ്ടി ഉണ്ട്, എല്ലാം. എന്താ വില ബ്രോ?
ഇത് വെറും 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 9,20 കൊടുക്കാം. 9,20 അല്ലേ? പുതിയ 14 ലക്ഷം രൂപ വില ഉണ്ടോ? 14 ലക്ഷം രൂപയുടെ ഏകദേശം അല്ലേ? കറക്റ്റ് ഒന്നും അല്ലാട്ടെ, ഞങ്ങൾ ഏകദേശം പറയുന്നതാണ്, ബാക്കി നിങ്ങൾ നോക്കിക്കോളാം. 9,20 അല്ലേ? ഫുൾ ഓൺ കയറുമോ? ഫുൾ ലോൺ നമുക്ക് നോക്കാം, മാക്സിമം ചെയ്തു. നല്ല നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക, വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ലോൺ എഴുതി തരും. അതുപോലെ തന്നെ വളരെ വില കുറച്ചിട്ട് ഒരു അടുത്ത ഒരു ഇവി ടിയാഗോ 2023 മോഡൽ. 23 ടിയാഗോ അല്ലേ? 23 ലോങ് റേഞ്ച് ടിയാഗോ, 200 റേഞ്ച് കിട്ടുന്ന വണ്ടി, മൈലേജ് കിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വണ്ടിയാണ്, അത്യാവശ്യം ടൗണുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിപ്പോൾ കിലോമീറ്ററോ? ഇത് 54,000 കിലോമീറ്റർ. ശരി, നമുക്ക് എന്താ വില? ഇത് നമുക്ക് 6,95 കൊടുക്കാം. 6,95. പുതിയ ഈ പറഞ്ഞ പോലെ 10 രൂപ അടുത്ത് വില ഉണ്ടോ? ഇത് ഏകദേശം ലോങ് റേഞ്ച് വണ്ടിയാണ്, 12 ആ റേഞ്ചിൽ വില ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ 6,95 തരും. അതും നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ചും തരും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു സിറ്റി ഉണ്ടല്ലോ, ഹോണ്ട സിറ്റി ഉണ്ട്, 2023 മോഡൽ. 23 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, ZX മാനുവൽ. ZX മാനുവൽ ആണ്, നമ്മൾ ZX ഓട്ടോമാറ്റിക് അല്ലേ പുറത്ത് കാണിച്ചേ? അതെ. ഇത് 20 മാനുവൽ, ഇത് 23 പുതിയ വണ്ടി അല്ലേ? പുതിയ വണ്ടി, ലെവൽ 2 അഡാസ് വരും. പിന്നെ അണ്ടർ വാറണ്ടി 28 വരെ ഷോറൂം വാറണ്ടി ഉള്ള കിലോമീറ്റർ എത്ര പറഞ്ഞേ? 30,000 കിലോമീറ്റർ. അത്ര ഓടിയുള്ളൂ അല്ലേ? ഫുൾ സർവീസ്. മാനുവൽ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് അല്ലേ വരുന്നത്? ഹൈബ്രിഡ് അല്ല, നോർമൽ ആണ്. മോശമൊന്നുമില്ല അല്ലേ? വണ്ടി അടിപൊളിയാണ്, നല്ല വണ്ടി. എന്താ വില? ഇത് നമുക്കൊരു 11,95 കൊടുക്കാം. ZX ആണ് 10,000 വരുന്ന ഏറ്റവും ടോപ്പ്. ലെവൽ 2 അഡാസ് ഉള്ള വണ്ടി. അതെ, ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഒരു സാധനം കൂടി കാണിച്ചാൽ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക അല്ലേ? ഇത് ഹെക്ടർ പ്ലസ്. ഹെക്ടർ പ്ലസ് 7 സീറ്റർ അല്ലേ? 7 സീറ്റർ 2022 മോഡൽ, ഡീസൽ. 22 ഡീസൽ മാനുവൽ അല്ലേ ഇത്? ഡീസൽ മാനുവൽ 2 ലിറ്റർ. ഡീസൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുണ്ടോ? ഡീസൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയില്ല. ഹെക്ടർ പ്ലസിലും ഇല്ല ഹെക്ടറിലും ഇല്ല അല്ലേ? പെട്രോളിലേ ഉള്ളൂ ഓട്ടോമാറ്റിക്. അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിപ്പോൾ കിലോമീറ്റർ ഒക്കെയോ? ഇത് 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. വെറും 53,000 ഓടിയിട്ടുള്ള ഫീച്ചർ കൊണ്ടൊരു കളിയാണ് ഫീച്ചേഴ്സിന്റെ. ഇത് പിന്നെ ഫുൾ ഓപ്ഷനാ? ഇത് ഫുൾ ഓപ്ഷൻ, ഷാർപ്പാണ് അല്ലേ? ശരി, 7 സീറ്റർ ആണ്, എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. കിലോമീറ്റർ 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 27 വരെ ഷോറൂം വാറണ്ടി ഉള്ള വണ്ടി. ശരി, വിലയോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ 12,70 കൊടുക്കാം. 12,70,000. ഒട്ടും കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാൽ 7 സീറ്റർ ആണ്, ഇത്രയും വലിയ വണ്ടിയാണ്. 12,70 ഇതാ നല്ല അടിപൊളി ഒരു MG ഹെക്ടർ പ്ലസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ ബ്രോ. നമ്പർ 25 എബോ പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഉറപ്പായിട്ടും 28 സംതിങ് എന്തോ 28 സംതിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും വിളിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കണം. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ഒന്ന് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാന വാങ്ങാനിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 ചെറിയ വണ്ടികൾ കൂടി കാണിച്ചാൽ അവസാനിപ്പിക്കാം അല്ലേ? നല്ല അടിപൊളി ഒരു ഡീസൽ ലീവ. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതാണ് ഡീസൽ ലീവ. പിന്നെ മോഡൽ ഏതാ? 2017 മോഡൽ. 17 ആണ്. ഓട്ടം എത്ര അറിയോ? 1,05,000. അത്ര ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർ. ജെനുവിൻ. അടിപൊളി. അതും VXD ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ചെറിയ റീപ്ലേസുകൾ ഉണ്ട്. നമുക്കൊരു ഓഫർ റേറ്റിൽ കൊടുക്കാം ഫുൾ ഓണില്. ശരി, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ? ചെക്ക് ചെയ്തിട്ട് എടുക്കാം. എന്താ വില? പ്രോപ്പർ ഷോറൂമിൽ നിന്ന് വർക്ക് എടുത്തുള്ള വണ്ടിയാണ്. നമുക്കൊരു 5,65 കൊടുക്കാം. പ്രൈസ് നല്ല കുറവാണ്, പക്ഷെ എന്തൊക്കെയാ റീപ്ലേസ്മെന്റ് നോക്കിയിട്ട് എടുത്താൽ ഓക്കെ. മാക്സിമം ചെക്ക് ചെയ്തോളാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അതെ. അതുപോലെ തന്നെ ഒരു കിഡും കൂടി കാണിച്ചാൽ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതേതാ മോഡല്? നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഈ ഷേപ്പിൽ വന്ന വണ്ടിയാണ്, പുതിയ ഷേപ്പാണ്. അതും പെട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമർ ആണ്. ഇത് കിലോമീറ്ററോ? ഇത് 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആണ്. അതും ആലോചിക്കണം, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. ഫാമിലി വെഹിക്കിൾസ് ഒക്കെ സെന്ററിലൊക്കെ എല്ലാ സാധനവും വരും. അതെ, അപാകതയൊന്നുമില്ല അല്ലേ? അപാകതയൊന്നുമില്ല. ചെറിയൊരു റീപ്ലേസ്, ഡിക്കിന്റെ സ്കിൻ റീപ്ലേസ് ഉണ്ട്. വേറെയുള്ള മേജർ റീപ്ലേസുകളൊന്നുമില്ല. വിലയോ? വില നമുക്കിതൊരു 4,40 ഓഫർ റേറ്റിൽ കൊടുക്കാം. അത് കുറയോ? റേറ്റ് കുറയോ? റേറ്റ് നമ്മളൊരു ഓഫർ റേറ്റ് ആണ്, നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ വീഡിയോ വന്നിട്ട് സംസാരിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട. ചെറിയ വണ്ടികളൊക്കെ വേണ്ടവർ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ എസ് ഗ്യാരേജിൽ ഇപ്പോൾ നിലവിൽ കാണിച്ച വണ്ടികളൊക്കെ അടിപൊളിയല്ലേ? അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരുവിധം സെഗ്മെന്റ് എല്ലാം നിലവിൽ എല്ലാ സെഗ്മെന്റിലും വണ്ടികളാണ്. ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, EV ഉണ്ട്. എന്ത് വേണം? അതെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ പൈസ ഉണ്ടെങ്കിൽ പോലും, പൈസ ഇല്ലെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. ഫുൾ ഓൺ. ഈ ഫുൾ ഓൺ ഓഫർ ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ഫുൾ ഓൺ നിങ്ങൾക്ക് വണ്ടി കിട്ടും. പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റുകളെല്ലാം മാക്സിമം വണ്ടികൾ ഇറക്കാം. മോഡൽ കൂടിയ വണ്ടികളാണ്. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ എങ്ങനെയെങ്കിലും മാക്സിമം സെറ്റപ്പ് ആക്കി നമ്മുടെ ആൾക്കാർക്ക് വണ്ടി കൊടുക്കണം. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും